ഹായ്. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹോം മെയ്ഡ് ബർഗറാണ്. സാംകുട്ടൻ കുറേ നാളായിട്ട് പറയുന്ന ഒരു ബർഗർ ഉണ്ടാക്കി കൊടുക്കണമെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ അതിന് വേണ്ടി ആദ്യം എടുക്കുന്നത് ഒരു ക്യാപ്സിക്കാണ്. നമ്മൾ റെഡ് എടുത്തിരിക്കുന്നത്. അത് ഏത് കളർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഗ്രീനോ യെല്ലോ ഒക്കെ ഉപയോഗിക്കാം. പക്ഷേ നമുക്കിന്ന് ബർഗറിൻ്റെ ബണ്ണ് കിട്ടിയില്ല. അത് കാരണം നമ്മൾ നോർമൽ ബണ്ണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബണ്ണിങ്ങനെ ശ്രദ്ധിച്ച് വേണം നമ്മളിങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും. അത് കാരണം പതിയെ സ്ലൈസ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സവാള ഒനിയൻ വേണം. അതിങ്ങനെ വട്ടം വട്ടം സ്ലൈസ് ചെയ്തെടുക്കണം. നന്നായിട്ട് തന്നെ സ്ലൈസ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ സവാളെല്ലാം സ്ലൈസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ചിക്കൻ പാറ്റി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ യൂസ് ചെയ്യുന്നത് ചിക്കൻ പാറ്റിയാണ്. ചില ആൾക്കാർ ചില ബേക്കറികളിലൊക്കെ ഒരു കട്ട്ലേറ്റൊക്കെ വെച്ച് ബർഗർ ഉണ്ടാക്കാറുണ്ട്. അത് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. ആ വെളിച്ചെണ്ണ ഫുള്ള് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ വേണം നമുക്ക് ഈ ചിക്കൻ പാറ്റി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് ഓൾറെഡി ഹാഫ് കുക്ക്ഡ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്നാലേ കറക്റ്റ് ടേസ്റ്റ് വരത്തുള്ളൂ. എനിക്ക് ഈ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന ചിക്കൻ കട്ട്ലേറ്റ് വെച്ചുള്ളത് അത്രയ്ക്ക് ഇഷ്ടമില്ല. അപ്പോൾ നമ്മൾ നോക്കണം ഇത് അധികം ഫ്രൈ ആയി പോകരുത്. അപ്പം നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഒന്നിട്ട് കറക്റ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താലേ കറക്റ്റ് ടേസ്റ്റ് വരത്തുള്ളേ. അപ്പം സാമൽ കുറേ നാളായിട്ട് പറയുന്നത് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ആളത് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഇതുണ്ടാകുന്നത്. കുറേ നേരമായിട്ട് ചോദിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞില്ലേ എന്ന്. അപ്പോൾ എന്തായാലും ആൾക്ക് ഇത് ഉണ്ടാക്കിയാൽ നല്ല ഹാപ്പിയാവും. അപ്പോൾ നമ്മൾ തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു സൈഡ് ഫുള്ള് ഫ്രൈ ആയപ്പോൾ നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് പതിയെ വേറൊരു ഫുൾ പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ഫുൾ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നെടുത്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഭയങ്കര സിമ്പിളാട്ടോ. ഈ ബർഗർ ഉണ്ടാക്കാൻ നമുക്ക് ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന നേരത്ത് കുറച്ച് ടൈം എടുക്കും. കാരണം നമുക്ക് നല്ല ഷോട്ടുകളൊക്കെ നോക്കി തന്നെ എടുക്കണമല്ലോ. അങ്ങനെ എല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ബണ്ണെടുക്കണം. ബണ്ണ് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ അല്ല, എണ്ണ ഒഴിച്ചല്ല, ആ പാനിൽ തന്നെ ചുമ്മാ ഒന്ന് പതിയെ ചൂടാക്കി എടുക്കണം. നമുക്കിത് ഇങ്ങനത്തെ ഒരു ടെക്സ്ചർ വരണം. എന്നാലേ അല്ലെങ്കിൽ നമുക്കൊരു ടേസ്റ്റ് തോന്നത്തില്ല. അതിനുശേഷം നമ്മൾ അതിലേക്ക് ആ ബണ്ണിലേക്ക് മയണൈസ് ആദ്യം ആഡ് ചെയ്യും. ഇത് ബർഗർ മയണൈസാണ്. അത് നമുക്ക് ആഡ് ചെയ്ത് മാർജിൻ ഫ്രീയിലൊക്കെ നമുക്ക് കിട്ടും. ആഡ് ചെയ്യുക. എന്നിട്ട് അതിനകത്തേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം, ഞാൻ ആദ്യം ക്യാപ്സിക്കം വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഒനിയനൊക്കെ വെക്കാം. അതിനുശേഷം ഞാൻ പാറ്റി എടുത്ത് വെച്ചു. അതിനുശേഷം ഞാൻ ചീസിൻ്റെ സ്ലൈസ് ആയിട്ടുള്ള സംഭവം നമുക്ക് കിട്ടും. അപ്പോൾ അതെടുത്ത് ആദ്യം നെക്കി വെക്കണം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് പല പല വെജിറ്റബിൾസ് യൂസ് ചെയ്യാം. കുക്കുംബറൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ കുക്കുംബർ ഇല്ലാത്ത കാരണമാണ് നമ്മൾ ചെയ്യാഞ്ഞത്. അതിലേക്ക് ഒനിയൻ വെക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും ബണ്ണ് വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ ബർഗർ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചീസ് വെച്ചേക്കണ കാരണം ഇത് പതിയെ ഒന്ന് നമ്മുടെ പാനിൽ വെച്ചിട്ട് ചൂടാകണം. എന്നാലേ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആകത്തുള്ളൂ. എന്നാലേ ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ നമ്മളത് പാനിലേക്കൊക്കെ വെച്ചൊന്ന് പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കാരണം നമുക്ക് അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്തതാണ്. ഇതിന് ഓൾറെഡി ബർഗറിനൊക്കെ വേറെ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവും, എനിക്കറിയത്തില്ല. പതിയെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആകും. അതിനുശേഷം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഇന്ന് ടേസ്റ്റ് ചെയ്യുന്നത് പപ്പായും മമ്മിയും സാമക്കൊണ്ട് ടേസ്റ്റ് ചെയ്യുന്നത്. ടേസ്റ്റ് ആയിട്ട് പറയും, എങ്ങനെയുണ്ടെന്ന് പറയും. സാമൽ വെയിറ്റ് ചെയ്ത് മടുത്ത് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ സാമൂൽ അടിപൊളി നല്ല അഭിപ്രായം പറഞ്ഞത്. മമ്മിക്കൊക്കെ ഇഷ്ടപ്പെട്ടു, പപ്പായ്ക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മളിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഓരോരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ രസമാണ്. എല്ലാവരും കൂടി ഇരുന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ്മെൻറ്റാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പം പുതിയ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.